ഇതിൽ നല്ല ഫ്രഷ് അയലയാണ് വന്നിട്ടുള്ളത്. ഞണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു 7-8 മണിയാകുമ്പോഴാണ് ഇവിടെ മീൻ ലേലം തുടങ്ങുന്നത്. ചെറുകിട കച്ചവടക്കാരൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. 6:45. ഇവിടെ ചെമ്മീൻ ചെമ്മീൻ ആ ചെമ്മീന് കൊട്ട 1000 ലേലം വിളി തുടങ്ങിയിട്ടുള്ളത്. 12 പറഞ്ഞ് 1200 770 രൂപയ്ക്കാണ് ഇത്രയും ചെമ്മീൻ ഇവിടെ പോയത്. പിന്നെ അയല 2325 ഇപ്പൊ ആ 2 കൊട്ട പറഞ്ഞു. 2400 എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി ഹാർബറിലാണ്. ഇവിടെ വഞ്ചിക്കാർ മീൻ കൊടുന്ന് ലേലം ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ല ഫ്രഷ് മീൻ, ഐസില്ലാത്ത മീനൊക്കെ ആവശ്യമുള്ള ആളുകൾ പരപ്പനങ്ങാടി ഭാഗത്തുണ്ടെങ്കിൽ നേരെ പരപ്പനങ്ങാടി ഹാർബറിൽ വന്നാൽ മതി. ആ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് ഹാർബർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മീനും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇവിടെ അയലയാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്രഷ് അയല. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് മീൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക, ഒരു കൊട്ട ലേലം ചെയ്തെടുക്കുക. അതേപോലെ ഇപ്പോൾ വേറെ മീനുകൾ വന്നിട്ടുള്ളത് വാമീനും പിന്നെ ഇതൊക്കെ മൊത്തമായിട്ട് ഞങ്ങൾ എങ്ങനെ വില പറഞ്ഞത്? 1025 വിളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെമ്മീനും ഞണ്ടും മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ? എത്ര മണിക്ക് അവിടെ മീൻ വന്നു തുടങ്ങുക? എത്തി തുടങ്ങും അല്ലേ? അടുത്ത ചെമ്മീൻ ഇതാ വന്നിരിക്കുന്നത്. ചെമ്മീൻ ഇവിടെ വഞ്ചികളിപ്പോൾ ഏകദേശം ഒരു 8 മണിക്ക് ശേഷമാണ് ഇവിടെ മീൻ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരോ വഞ്ചികളായിട്ട് പോയി വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരപ്പനങ്ങാടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഉള്ള മീൻ നല്ല ഫ്രഷ് ഐസിടാത്ത മീൻ ലേലം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വന്ന ഒരു വഞ്ചി കരയ്ക്ക് കയറ്റി വെക്കുന്നു. അതുപോലെ ഇതിന് ഫൈബർ വള്ളങ്ങൾ എന്നാണ് പറയുക. ഫൈബർ, ഇത് മരമല്ല, ഫൈബർ വള്ളങ്ങൾ. ചെമ്മീനാണ് ഉണ്ടാ. ഇപ്പം ചെമ്മീൻ വന്നത് കൊണ്ടുപോകണം അവിടെ. ഇതിലിപ്പോൾ മാന്തളും ഞണ്ടും ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പരപ്പനങ്ങാടിയിൽ ഇവിടെ എത്ര മണിക്കാണ് മീൻ ഇവിടെ വന്നു തുടങ്ങുക? വന്നു ഓരോരോ വഞ്ചികളായിട്ട് വന്നു തുടങ്ങൂലേ? ഇപ്പൊ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്ത് മീനാണ് കിട്ടുന്നത്? ചെമ്മീനുകൾ ഇതൊക്കെയാണല്ലേ. ചെമ്മീന് ചൂടുകാലാവുമ്പോൾ മറ്റേ അയിലൊക്കെ ഉള്ളോട്ട് വലിഞ്ഞു പോകും.
ചിങ്ങൻകന്നി തുലാം വൃക്ഷങ്ങളിലൊക്കെ ചിങ്ങൻകന്നിയിലൊക്കെയാണ് മീൻ കൂടുതൽ എല്ലാ സൈസ് വരുന്നത്. ഇക്ക ഇവിടെ എത്ര പ്രാവശ്യം മീൻ പിടിക്കാനായിട്ട് കടലിൽ പോകും ഒരു ദിവസം? അത് ഒരു ദിവസം എത്ര പ്രാവശ്യം നമുക്കൊന്നുമില്ല, മീൻ കിട്ടാൻ സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ പോകും. ഇന്ന സമയമൊന്നുമില്ല, നമുക്ക് മീൻ കിട്ടുക എന്നുള്ളതാണ് ഇല്ല പരിപാടി. അതുപോലെ മാസങ്ങളോളം ഒന്നും മീനൊന്നും ഇല്ലാതെ മീൻ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവൂലേ? അപ്പൊ അവിടെ കണ്ട തിര വന്ന് കേറിക്കൊണ്ടിരിക്കുന്നു. തിര വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അയലയാണ് ഇവിടെ ഈ വള്ളത്തിൽ വന്നിട്ടുള്ളത്. അയലയാണ്. തിര വരുന്നുണ്ടോ? അതിനനുസരിച്ച് വഞ്ചി അങ്ങോട്ട് കടലിലോട്ട് പോകും. അപ്പോൾ ഇവിടെ കുറേ വഞ്ചികൾ, നമ്മളിപ്പോൾ വന്ന ടൈമിൽ ഏകദേശം കുറച്ച് വഞ്ചികൾ 2-3 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതാ കണ്ടമാനം വഞ്ചികളുമായി. അതേപോലെ തന്നെ ആളുകളും ഇപ്പം മീൻ ലേലത്തിന് വേണ്ടിയിട്ട് അത്രയും ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ ഐസിടാത്ത നല്ല ഫ്രഷ് മീനിന് വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ ചെമ്മീൻ പിന്നെ ചെമ്മീൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെമ്മീൻ 2 വട്ട ചെമ്മീൻ. അടിപൊളി മീനതാ. 19,000 1,900 അത് 2 അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് പരപ്പനങ്ങാടിയിൽ വഞ്ചിക്കാർ കൊണ്ടുവരുന്ന മീൻ ലേലമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇത് രാവിലെ ഏകദേശം ഒരു 6-7 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു വെയിലുദിക്കുന്ന ഒരു 12 മണി വരെയൊക്കെ ഏകദേശം ഉണ്ടാവും. 11-12 മണി ആ റേഞ്ചിലുണ്ടാവും. അപ്പോൾ കൂടുതൽ മീൻ നല്ല ഫ്രഷ് ഐസിടാത്ത മീൻ ആവശ്യമുണ്ടെങ്കിൽ പരപ്പനങ്ങാടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹാർബറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ
ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഹാർബറുകൾ നല്ല മീൻ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക, അവിടുത്തെ വിലയും വിവരങ്ങളൊക്കെ. ഇവിടെ വില മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമുക്കൊരു കൊട്ട ഇങ്ങനെ ലേലം ചെയ്ത് ആരാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് അവർക്കാണ് അത് മേടിക്കാൻ വേണ്ടി പറ്റും. എന്നാലും മാർക്കറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാഭമായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.